നമ്മളെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നോർമലി കേൾക്കുന്ന കാര്യമാണ് വാഹനത്തിൻ്റെ വില കൂടാൻ പോകുന്നതെന്ന്. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചുവട് വെച്ചിരിക്കുകയാണ് MG എന്ന് പറയുന്ന ബ്രാൻഡ്. MGയിലെ എല്ലാ വാഹനങ്ങൾക്കും പ്രൈസ് കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. 2019 മുതൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് MG എന്ന് പറയുന്നത്. 2019 നമ്മുടെ ഹെക്ടറിൻ്റെ ലോഞ്ച് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ഒരു ഡുവൽ പനോരമിക് സൺറൂഫ്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, 10.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്ന ഒരു മോഡൽ തന്നെയായിരുന്നു ഹെക്ടർ. അതിനുശേഷം വന്നത് ZSEV ആയിരുന്നു. ZSEV അതെ, അന്ന് വന്ന ഒരു ഇലക്ട്രിക് കാറുകളുടെ ഒരു വിപ്ലവം ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് ZSEVയിലായിരുന്നു. 419 റേഞ്ചോട് കൂടി വന്നൊരു വാഹനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം MGയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള ഗ്ലോസ്റ്റർ ഉണ്ട്. ഗ്ലോസ്റ്ററിന് ശേഷം അഡാസിൻ്റെ ലെവൽ 2 ലെവൽ 1 ഗ്ലോസ്റ്റർ വന്നതെങ്കിൽ അതിനെക്കുറിച്ചും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ലെവൽ 2, ഏകദേശം 14 ഫീച്ചറോളുള്ള അഡാസ് ലെവൽ 2 കൂടിയിട്ടാണ് ആസ്റ്റർ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നത്. എന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ ഇല്ലാത്തൊരു കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു ടൗൺ ഡ്രൈവിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വാഹനം അതായിരുന്നു നമ്മുടെ കോമറ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോസ്റ്റ്ലൈൻ ഗാരേജസിൻ്റെ EVM കോസ്റ്റ്ലൈൻ ഗാരേജസിൻ്റെ MD ആയിട്ടുള്ള ജിമ്മി സാറാണ്. സോ ജിമ്മി സാറിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ട്. സർ നമസ്കാരം. സർ, ഞങ്ങൾ ഇന്ന് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നും മാർക്കറ്റിൽ പുതുമ സൃഷ്ടിക്കുന്ന ഒരു ബ്രാൻഡാണല്ലോ MG. അപ്പം MGയുടെ സാറിൻ്റെ വാക്കുകളിൽ നിന്നൂടെ MGനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ 2019 സ്റ്റാർട്ട് ചെയ്തത് 2019 മുതൽ 2023 വരെ എല്ലാ വർഷവും ഗ്രോത്ത് ആയിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ബിസിനസ് ചെയ്ത വർഷം കഴിഞ്ഞല്ലോ 2023 ഈ 2023 നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായ മോഡൽ MGയുടെ കോമറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. കോമറ്റ് പുതിയ മോഡൽ സിറ്റി യൂസിന് വേണ്ടി നമ്മുടെ ഏറ്റവും വളരെ നല്ല മോഡലാണ്. അപ്പോൾ ഈ കോമറ്റിൽ തന്നെ എടുത്ത കസ്റ്റമേഴ്സ് എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പം ഈ വർഷം കോമറ്റിൽ അവർ പുതിയ മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സ് ഞങ്ങളോട് ചോദിച്ചിരുന്നത് കോമറ്റിൽ ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്. ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുണ്ട് കോമറ്റിൽ. ഫാസ്റ്റ് ചാർജിങ് ഉള്ള മോഡൽ ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, MG ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വളരെ അഫോർഡബിൾ പ്രൈസിൽ ഉള്ളൊരു ഫാസ്റ്റ് ചാർജിങ് കോമറ്റ് ലോഞ്ച് ചെയ്ത്. അതുപോലെ ഹെക്ടറിൽ ഞങ്ങൾ പുതിയ 2-3 പുതിയ മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ്, വളരെ നല്ല ഫീച്ചേഴ്സ്. MGയുടെ എപ്പോഴും കസ്റ്റമേഴ്സിന് പ്രീമിയം ഫീച്ചേഴ്സ് അറ്റ് റീസണബിൾ റേറ്റിൽ കൊടുക്കലാണല്ലോ MGയുടെ ഒരു ഹോൾമാർക്കായിരുന്നു. സാറ് പണ്ട് ഏതോ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ഈ ഒരു മിഡ് ക്ലാസ് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പ്രീമിയം വെഹിക്കിൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. എല്ലാവരും പ്രീമിയം എൻജോയ് ചെയ്യണം. അപ്പം അതാണ് MG. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ഹൈ എൻഡ് കാർസിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ MGയുടെ മിക്കവാറും എല്ലാ മോഡലുകളിലും ഉണ്ട്. അതുപോലെ ആസ്റ്ററിലും പുതിയ മോഡൽ വന്നിട്ടുണ്ട്. ഇനി ZSEVയിൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ZSEVയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. MG ആണ് ഇപ്പോഴും EV മാർക്കറ്റിലുള്ള പ്രീമിയം EVയുടെ ലീഡേഴ്സ്. അത് ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യും ഈ ZSന്റെ ഈ പുതിയ മോഡലുകൾ വെച്ചിട്ട്. ഗ്രേറ്റ് സർ, താങ്ക് യു സോ മച്ച്. സാർ, ഇനിയിപ്പം 2024-25 ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാണ് സാർ അതിനെ നോക്കി കാണുന്നത്? 2024-25 MGയുടെ പല പുതിയ മോഡൽസ് വരുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട്. ഇനിയും വളരെ ഇൻട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തോ സസ്പെൻസ് സാർ ഉണ്ട്. നിങ്ങൾ വളരെ പുതിയ ഒരു മോഡൽ അടുത്ത് തന്നെ നമ്മുടെ ലോഞ്ച് ആവുന്നുണ്ട്. സാറ് പറഞ്ഞ് 2019 തൊട്ടിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം എത്ര കാറ് ഈ ഒരു പീരീഡിനകത്ത് സാർ നമ്മുടെ കോസ്റ്റ്ലൈൻ ഗാരേജസ് സെല് ചെയ്തിട്ടുണ്ടാവും? ഞങ്ങളിപ്പം 6300 കാറുകളായി. ഈ ഒരു ചെറിയ ഷോർട്ട് പീരീഡിൽ തന്നെ അത്രയും കാറുകൾ. അതിൽ 1000 എണ്ണം ZS സെയിൽ ചെയ്തിട്ടുണ്ട്. ZS ഇലക്ട്രിക് സെയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കോമറ്റും ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങളൊരു 80 മുതൽ 90 100-നടുത്ത് വണ്ടികൾ ഞങ്ങളിപ്പോൾ എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. അതിപ്പം 6 മാസമായി. അതിപ്പോൾ ഒരു 750 എണ്ണം ആയിട്ടുണ്ടാവും കോമറ്റ്. ഗ്രേറ്റ്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് സാറിൻ്റെ ഒരു വിലപ്പെട്ട സമയം ഞങ്ങളോട് കൂടെ ചിലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച് സർ. ശരിക്കും പറഞ്ഞാൽ MG ഓരോ തവണയും നമ്മൾ ഞെട്ടിക്കുന്നു പറഞ്ഞത് ശരിക്കും ഈ ഒരു ZSEVയുടെ കാര്യത്തിൽ അത് കറക്റ്റാണ് കേട്ടോ. കാരണം
ഈ ഒരു മിഡ് സൈസ് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഇത്രയും പ്രൈസിൽ പുതിയതായിട്ടൊരു വേരിയൻറ്റ് അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എക്സിക്യൂട്ടീവ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വേരിയൻറ്റ് 18.98 ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇനി അവർ അഡീഷണൽ ആയിട്ട് ഈ 2024 വന്ന സമയത്ത് പുതിയൊരു വേരിയൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എക്സൈറ്റ് പ്രോ എന്നാണ് ആ ഒരു വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. അതിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റിൽ തന്നെ നമ്മൾ ഡ്യുവൽ പനോറമിക് സൺറൂഫ് വന്നു, JBLൻ്റെ സ്പീക്കർ സിസ്റ്റം അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് പണ്ട് ആ വയേർഡ് ആയിരുന്നു ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു, അത് വയർലെസ് ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ, നമ്മൾ ആ ഒരു 10.2 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് 2.0 ആയിട്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 19.98 എന്ന് പറയുന്ന പ്രൈസിന് ഇത് വളരെ വർത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. MG ഹെക്ടറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു പ്രൈസ് ഡ്രോപ്പ് തന്നെ MG ഹെക്ടറിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലായിട്ടുള്ള സ്റ്റൈൽ എന്ന് പറയുന്ന വേരിയൻറ്റിന് ഏകദേശം 90,000 റുപ്പീസാണ് MG ഈ വർഷം കുറച്ചിട്ടുള്ളത്. ഇനി മാത്രമല്ല 2024 ഒരു മോഡൽ സ്പെക്ക് വന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു 3 വേരിയൻറ്റും കൂടി MG ഹെക്ടറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 2024 MG ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊമറ്റ് തന്നെയാണ് കേട്ടോ. 3 വേരിയൻ്റ് ആയിരുന്നു കൊമറ്റ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ 5 വേരിയൻ്റ് ആയിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എക്സൈറ്റും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവും എന്ന് പറഞ്ഞിട്ടുള്ള 2 വേരിയൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രധാന ചേഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് AC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7.4 കിലോ വാട്ട് ഉപയോഗിച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വെറും 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 0 to 100 ചാർജ് ഇതിനകത്ത് കയറുന്നുണ്ട്. അത് വലിയൊരു മാറ്റം തന്നെയാണ്. ഇനി മാത്രമല്ല കുറച്ച് ഫീച്ചേഴ്സും അവർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് എന്താണ് പറയുക, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, വളരെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്. അതുപോലെ തന്നെ റിയറിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ട് ഡ്രം ബ്രേക്ക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ഡിസ്ക് ബ്രേക്ക് ആയിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രീപ്പ് ഫംഗ്ഷൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരുന്നു ഈ സാധനം മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ള ക്രീപ്പ് ഫംഗ്ഷനും ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. സോ കൊമറ്റ് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റും ലൈക്ക് ഹെക്ടർ ആയാലും ആസ്ട്ര ആയിക്കഴിഞ്ഞാലും ഗ്ലോസ്റ്റർ ആയിക്കഴിഞ്ഞാലും എല്ലാ പ്രോഡക്റ്റും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ കൂടുതൽ പ്രൈസിങ്ങും ഓഫേഴ്സിൻ്റെയും എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടിയിട്ട് MG EVM കോസ്റ്റ് ലൈൻ ഗാരേജസിൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുക.